മംഗളൂരു ബണ്ട്വാളിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തി. ബണ്ട്വാൾ ഉലിഗ്രാം സ്വദേശിനിയും കലഡ്കയിലെ സ്വകാര്യ നഴ്സിംഗ് ഹോം ജീവനക്കാരിയുമായി 21 വയസ്സുകാരി ലാവണ്യയാണ് കൊല്ലപ്പെട്ടത്. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദം, നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കുറ്റകൃത്യം ചെയ്തയാളെ പിടികൂടിയിട്ടുണ്ടോ? എന്താണ് പശ്ചാത്തലം? അഭിലാഷ്, ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കർണാടക ജില്ലയിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ഈ കൊലപാതകം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവതിയെ പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയായ ലാവണ്യാണ് കൊല്ലപ്പെട്ടത്. ലാവണ്യക്ക് 21 വയസ്സാണ്. ലാവണ്യയുടെ തന്നെ ബന്ധു ആണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് ഈ യുവാവിന്റെ പേര്. 22 വയസ്സുള്ള യുവാവാണ്, ബന്ധുവാണ്. നേരത്തെ തന്നെ പലതവണ ലാവണ്യയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ലാവണ്യ അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യം കാണിച്ചില്ല. ലാവണ്യ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് ബസ്സിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയം കാറിലെത്തിയ പ്രതി ബസ്സിൽ കയറുകയും ലാവണ്യയുടെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. യുവാവിന്റെ കയ്യിൽ ആയുധമുണ്ട്, വടിവാളുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലാവണ്യ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും പുറത്തേക്ക് ഓടുകയും ചെയ്തു. ഈ സമയം പിന്നാലെ എത്തിയ പ്രതി ഈ ജനങ്ങൾ നോക്കി നിൽക്കെയാണ് യുവതിയെ ബസ് സ്റ്റാൻഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിടെ തൽക്ഷണം മരണം സംഭവിച്ചു. തുടർന്ന് ചേതൻ ഈ എത്തിയ കാറിൽ തന്നെ കയറി മടങ്ങുകയും ചെയ്തു. ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ കർണാടക സൗത്ത് SP അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.